സംസ്ഥാനത്തെ ഊർജ്ജ പ്രതിസന്ധിയുടെ മുഴുവൻ ഭാരവും താങ്ങേണ്ടി വരുന്നത് 80 ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ ഗാർഹിക ഉപഭോക്താക്കളാണ്. മൊത്തം ഉപഭോഗത്തിന്റെ 48% മാത്രം വരുന്ന ഈ മേഖലയെ നിയന്ത്രിച്ചതുകൊണ്ട് മാത്രം ഊർജ്ജ പ്രതിസന്ധി മറികടക്കാനാവില്ല. ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമാവുമ്പോൾ ഗാർഹിക മേഖലയെ പഴിചാരിക്കുകയാണ് വൈദ്യുതി ബോർഡിന്റെ പതിവ് നടപടി. രാവിലെ സമയങ്ങളിൽ 1 മണിക്കൂർ നിയന്ത്രണവും 200 യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്നവർക്ക് അധിക നിരക്കും നടപ്പിലാക്കുന്നത് വൈദ്യുതി ബോർഡിന്റെ പരിഗണനയിലാണ്. എന്നാൽ ഇത്തരം നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നാൽ ഒന്നും തീരുന്നതല്ല വൈദ്യുതി വകുപ്പ് നേരിടുന്ന യഥാർത്ഥ പ്രതിസന്ധി. ഉപഭോഗം നിയന്ത്രിക്കുന്നതിന് കാര്യക്ഷമമായ നടപടികൾ KSEB ഒരു ഘട്ടത്തിലും സ്വീകരിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. നിയന്ത്രണം ഏർപ്പെടുത്തി ഗാർഹിക മേഖലയെ വരിഞ്ഞു മുറുക്കുമ്പോൾ വൻകിട സ്ഥാപനങ്ങൾ നടത്തുന്നത് വലിയ വൈദ്യുതി ധൂർത്താണ്. ഇത് കൊച്ചി നഗരം, കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം. അലങ്കാര ദീപങ്ങൾക്കും മോടികൂട്ടലിനും മാത്രമായി ഇവിടെ വൻകിട സ്ഥാപനങ്ങൾ നടത്തുന്ന വൈദ്യുതി ധൂർത്തിന്റെ കണക്ക് ഞെട്ടിക്കുന്നതാണ്. കൊച്ചി നഗരത്തിലെ പതിവ് കാഴ്ചയാണിത്. സന്ധ്യയാവുന്നതോടെ വ്യവസായ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ തെളിയുന്ന ഈ അലങ്കാര ദീപങ്ങൾ അണയുന്നത് പുലർച്ചെയോടെയാണ്. പ്രതിസന്ധി ഘട്ടത്തിലും വൻകിട പരസ്യ ബോർഡുകൾക്കും ഉയർന്ന അളവിൽ വൈദ്യുതി വേണ്ടിവരുന്ന ഇത്തരം ലൈറ്റുകൾക്കും വൈദ്യുതി ഉപയോഗിക്കുന്നതിൽ KSEB ഒരു നിയന്ത്രണവും ഏർപ്പെടുത്താറില്ല. ജനറേറ്റർ സൗകര്യമുണ്ടെങ്കിലും മിക്ക സ്ഥാപനങ്ങളും ഇത്തരം അലങ്കാര ദീപങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് KSEB കണക്ഷൻ ഉപയോഗിച്ചാണ്. കൊച്ചി നഗരത്തിൽ മാത്രം പ്രവർത്തിക്കുന്നത് 300-ലേറെ വൻകിട വ്യാപാര സമുച്ചയങ്ങളാണ്. ഇവയുടെ മൊത്തം വൈദ്യുതി ഉപയോഗത്തിന്റെ 20% പരിമിതപ്പെടുത്തിയാൽ തന്നെ 100 കണക്കിന് യൂണിറ്റ് വൈദ്യുതി ലാഭിക്കാൻ കഴിയും. പാചകവാതക സിലിണ്ടറിന് പുറമെ ഗാർഹിക മേഖലയിൽ വൈദ്യുതിക്കും നിയന്ത്രണം വരുന്നു. വൈദ്യുതി ക്ഷാമം രൂക്ഷമാകുന്നതിന്റെ ഭാരം സാധാരണക്കാരന്മേൽ അടിച്ചേൽപ്പിക്കുന്ന ബോർഡിന് ഇത്തരം ധൂർത്തുകൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ തന്നെ വൈദ്യുതി ക്ഷാമത്തിന് നല്ലൊരളവിൽ പരിഹാരം കാണാൻ കഴിയും. കൊച്ചിക്ക് പുറമെ കോഴിക്കോട്, തിരുവനന്തപുരം നഗരങ്ങളിൽ നിന്നും ഇന്ത്യ വിഷൻ ക്യാമറ പകർത്തിയ ദൃശ്യങ്ങളാണിത്. അമിത അളവിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾക്ക് താൽക്കാലികമായെങ്കിലും ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാൽ ലോഡ് ഷെഡിംഗ് പോലും ഉപേക്ഷിക്കാൻ കഴിഞ്ഞേക്കും. ഊർജ്ജ പ്രതിസന്ധി നേരിടുമ്പോൾ വൻകിട ഉപഭോക്താക്കൾക്ക് വൈദ്യുതി നിയന്ത്രണത്തിന് മുൻകാലങ്ങളിൽ KSEB നിർദ്ദേശം നൽകാറുണ്ടെങ്കിലും ഇത്തവണ അതുമുണ്ടായില്ല. വൈദ്യുതി ഉപഭോഗത്തിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ നിരീക്ഷണ വിധേയമാക്കാൻ പോലും വൈദ്യുതി ബോർഡ് തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ വിഷയത്തിൽ KSEB കാണിക്കുന്ന അനാസ്ഥ വ്യക്തമാണ്. കോഴിക്കോട് നിന്നും V. ഷബ്നയ്ക്കും കൊച്ചിയിൽ നിന്ന് ജസ്റ്റിന തോമസിനുമൊപ്പം തിരുവനന്തപുരത്ത് നിന്നും TG സജിത്, ഇന്ത്യ വിഷൻ.